നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം നൽകിയിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന ബോബി ചെമ്മണ്ണൂർ കുരുക്കിലാവുകയാണ്. വിഷയം ഗൗരവമായെടുത്ത ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ പ്രതിഭാഗം അഭിഭാഷകരോട് ആവശ്യപ്പെട്ടു. ബോബി ഇന്നു രാവിലെ കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കെയാണ് പുതിയ സംഭവവികാസങ്ങൾ. ഇന്നലെ രാവിലെ ജാമ്യാപേക്ഷ പരിഗണിച്ച ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ജാമ്യം അനുവദിക്കുകയും ഉച്ചകഴിഞ്ഞ് 3:30 ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിച്ചെങ്കിലും ബോബി പുറത്തിറങ്ങിയില്ല. നടപടിക്രമങ്ങൾ നീണ്ടുപോയതിനാൽ പുറത്തിറങ്ങുന്നത് ഇന്നത്തേക്ക് നീട്ടുകയായിരുന്നു എന്നായിരുന്നു വിശദീകരണം. എന്നാൽ ഇന്നലെ ശബരിമല മകരവിളക്കടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതിനാൽ ആവശ്യമായ മാധ്യമ ശ്രദ്ധ കിട്ടില്ല എന്നതിനാലാണ് പുറത്തിറങ്ങുന്നത് ഇന്നത്തേക്ക് മാറ്റിയത് എന്നും ചില അഭിഭാഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഹണി റോസിന്റെ പരാതിയിൽ ഈ മാസം 8-നാണ് ബോബി ചെമ്മണ്ണൂർ വയനാട്ടിൽ നിന്ന് അറസ്റ്റിലാകുന്നത്. അന്നു വൈകിട്ട് കൊച്ചിയിലെത്തിച്ച ബോബി ചെമ്മണ്ണൂരിനെ പിറ്റേന്ന് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. അന്നു മുതൽ ബോബി കാക്കനാട് ജില്ലാ ജയിലിലാണ്. വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും പരിഗണിക്കുന്നത് ഇന്നലത്തേക്ക് മാറ്റുകയായിരുന്നു. തുടർന്നാണ് ജാമ്യം അനുവദിച്ചത്. ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ജാമ്യം അനുവദിച്ചത്. ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ചിലർ ജയിലിൽ തന്നെ കാണാനെത്തിയെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. നടി ഹണി റോസിന്റെ പരാതിയിൽ റിമാൻഡിലായിരുന്ന ബോബി ജാമ്യം കിട്ടി കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഇക്കാര്യം പറഞ്ഞത്. ജയിലിൽ 10-26 കേസുകളുണ്ട്. ജാമ്യം കിട്ടാൻ 5000-ഓ 10,000-ഓ രൂപയില്ലാത്തതിനാൽ വിഷമിക്കുന്നവരാണ് അവരൊക്കെ. അങ്ങനെ 26 പേർ എന്റെ അടുത്ത് വന്നു. അതൊക്കെ നമുക്ക് പരിഹരിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതിനുള്ള സമയത്തിന് വേണ്ടി ഞാൻ ഒരു ദിവസം കൂടി ജയിലിൽ നിന്നു, അത്രയുള്ളൂ, ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു. അതേസമയം ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാതെ വൈകിപ്പിച്ചത് കോടതിയലക്ഷ്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലെന്നായിരുന്നു ബോബിയുടെ പ്രതികരണം. മാത്രമല്ല, ജാമ്യ ഉത്തരവ് ചൊവ്വാഴ്ച ഇവിടെ കിട്ടിയില്ലെന്നും ഇന്നാണ് കിട്ടിയതെന്നുമാണ് പറഞ്ഞതെന്നും ബോബി കൂട്ടിച്ചേർത്തു. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയിട്ടും ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല. ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിയിട്ടില്ലെന്നും അതിനാലാണ് മോചനം വൈകുന്നതെന്നായിരുന്നു ജയിൽ അധികൃതരുടെ വിശദീകരണം. വേണ്ടിവന്നാൽ ജാമ്യം റദ്ദാക്കാനും അറിയാമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. നാടകം വേണ്ടെന്ന് കോടതി ബോബിയുടെ അഭിഭാഷകരോട് പറഞ്ഞു. മറ്റ് പ്രതികൾക്ക് വേണ്ടി ജയിലിൽ തുടരുമെന്ന് പറയാൻ ബോബി ചെമ്മണ്ണൂർ ആരാണെന്നും കോടതി ചോദിച്ചു. ബോബി സൂപ്പർ കോടതി ചമയേണ്ട, തനിക്ക് മുകളിൽ ആരുമില്ലെന്ന് ബോബി കരുതേണ്ട, അത് കോടതി കാണിച്ചു തരാം. പുറത്തിറങ്ങാതെ ജയിലിലിട്ട് വിചാരണ നടത്താനും കോടതിക്ക് അറിയാമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി. ജാമ്യം ലഭിച്ചിട്ടും ബോബി എന്തിന് ജയിലിൽ തുടർന്നുവെന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് അറിയിക്കണമെന്നും കോടതി പ്രതിഭാഗം അഭിഭാഷകനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറായിരുന്നില്ല. തുടർന്ന് ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിയിട്ടില്ലെന്നും അതിനാലാണ് മോചനം വൈകുന്നതെന്നായിരുന്നു ജയിൽ അധികൃതരുടെ വിശദീകരണം. ബോബിയെ സ്വീകരിക്കാനായി അദ്ദേഹത്തിന്റെ അനുയായികളായ ഒട്ടേറെ സ്ത്രീകളടക്കമുള്ളവരും കഴിഞ്ഞ ദിവസം ജയിലിന് മുന്നിലെത്തിയിരുന്നു. ഇവരുടെ ചില പരാമർശങ്ങളും ചർച്ചയായി. ജാമ്യം ലഭിച്ചിട്ടും ജാമ്യത്തുക കെട്ടിവെക്കാൻ ഇല്ലാത്തതിനാൽ ജയിലിൽ കഴിയുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ബോബി ജയിലിൽ നിന്ന് ഇറങ്ങാത്തതെന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു.